കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു വെണ്ടക്കായ തോരൻ. അപ്പോൾ വെണ്ടക്കായ തോരൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്. സാധാരണ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന വെണ്ടക്കായ ഉപ്പേരി ഉണ്ടാക്കും, വെണ്ടക്കായ തോരൻ ഉണ്ടാക്കും. പക്ഷെ മിക്കവരും നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കുന്നുണ്ടാവും. എന്നാൽ ചിലർക്ക് എപ്പോഴും വരുന്നൊരു കംപ്ലൈൻ്റ് ആണ്, ഇതുണ്ടാക്കി വരുമ്പോൾ അതൊന്ന് സ്റ്റിക്കി ആയിട്ട് വരാണെങ്കിൽ കുഴഞ്ഞു പോവുക എന്നുള്ളൊരു സംഭവം. അപ്പോൾ അത് ആ ഒരു ടിപ്പാണ് മെയിനായിട്ട് നമ്മുടെ ഈ വെണ്ടക്കായ തോരനിൽ നമ്മൾ ചെയ്യാൻ പോണത്. നമ്മൾ ചേർക്കണ ഇൻഗ്രീഡിയൻറ്റ് ഏത് സമയത്ത് ചേർക്കണം എന്നുള്ള ഒരു സംഭവമാണ്. അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്നുകൂടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഒരു 1/2 കിലോളം വെണ്ടക്കായാണ് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം നന്നായി തുടച്ചെടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ വാല വെച്ചാൽ മതി. ആ വെള്ളം പോയതിന് ശേഷം നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇതേ ഒരു കനത്തിൽ കേട്ടോ. ഇത് അളന്ന് നോക്കുകയാണെങ്കിൽ ഒരു 3 കപ്പ് വരും. നമുക്ക് 2 സവാള ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തത് വേണം. സോൾട്ട് വേണം. നാളികേരം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാണ്ട്. ഞാനിവിടെ ഒരു 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക് 1/2 ടീസ്പൂൺ, നല്ല ജീരകം ഒരു 1/4 ടീസ്പൂണോളം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഒരു 4 വറ്റൽമുളക് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില. ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. കടുകും ജീരകവും ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക്, സവാള, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വരണം കേട്ടോ. സവാള ട്രാൻസ്ലൂസൻ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച വെണ്ടക്കായ. അപ്പോൾ സാധാരണ വെണ്ടക്കായ അരിഞ്ഞിട്ട് കഴുകാൻ പാടില്ല കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ വെണ്ടക്കായ ഇട്ട് കൊടുക്കുന്നത്. ഇനി വെണ്ടക്കായ ഇതിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇടയ്ക്കിടയ്ക്കായിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്കൊന്ന് മൂടി വെക്കാം. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരവും മുളക് പൊടി ഒന്ന് കൂടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് നന്നായി ചതച്ചെടുക്കാം. പിന്നെ വേണമെന്ന് വെച്ചാൽ ജീരകത്തിൻ്റെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡ്രൈ കോക്കനട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല പൊടി പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ടും മുളകും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ സമയത്താണ് സോൾട്ട് ആഡ് ചെയ്യുന്നത്. ഉപ്പ് നമ്മൾ ഈ ഒരു സമയത്ത്, അതായത് ലാസ്റ്റ് ടൈമിൽ ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെണ്ടക്കായ വേവിക്കുന്ന സമയത്തുണ്ടല്ലോ, ആ സമയത്താണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഊറി വരും. അപ്പോൾ നമ്മൾ വെണ്ടക്കായ വേവിച്ച് വരുമ്പോൾ അത് ഇത്തിരി സ്റ്റിക്കി ആയിട്ട് വരും, അതായത് കുഴഞ്ഞു വരും വെന്ത് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ടൈമിൽ, അതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക്, മെയിനായിട്ടുള്ളൊരു ട്രിക്ക്. പിന്നെ വേറൊരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കുമ്പോഴും
ഈ പറഞ്ഞ പോലെ സ്റ്റിക്കി ആയിട്ട് വരില്ല. അപ്പോൾ നമ്മൾ അധികം വെള്ളം ഒഴിക്കാണ്ട് ചെയ്യുന്നവർക്കുള്ള ഒരു ടിപ്പാണ്, ഒരു ട്രിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ, സൂപ്പർ തോരൻ റെഡി ആയി കഴിഞ്ഞിട്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം. ബൈ.